ഹലോ, എല്ലാവർക്കും സുഖമായിരിക്കുമല്ലോ അല്ലേ? നമ്മുടെ ഇവിടെ ഭയങ്കര ചൂടാണ് കേട്ടോ. പാലക്കാടാണ് നമ്മുടെ സ്ഥലം എന്ന് നമ്മൾ മുന്നേ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പാലക്കാട് കോണിക്കഴി പറഞ്ഞ സ്ഥലമാണ് കേട്ടോ. നല്ല ചൂടാണ്. ഇപ്പോൾ 2-2:30 ആയിട്ടും നല്ല ചൂടതാണ്. ഉണ്ടോ, നമ്മളിങ്ങനെ വിയർക്കാനൊക്കെ തുടങ്ങി. അപ്പോൾ ഒരു ചെറിയ വീഡിയോ ആയിട്ട് വന്നതാണ് കേട്ടോ. നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ അത്ഭുതമായിട്ട് മാജിക് ചെയ്യുമെന്ന് പറഞ്ഞിട്ടൊരു വളം, അതായത് ജൈവവളത്തിൻ്റെ ഒരു വീഡിയോ ഇട്ടുണ്ടാവും അല്ലേ? ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്രദമായെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. നമ്മൾ ആ വളമൊക്കെ ഒഴിച്ചിട്ട് ഒരു 4 ദിവസം കഴിയുമ്പോൾ തന്നെ നമുക്കറിയാം ചെടികൾ നല്ല ഉണർവിൽ നിൽക്കുന്ന കാണാം. നമ്മൾ നല്ല കരുത്തോടെ വളരുന്ന ചെടീനെക്കാട്ടിലും റിസൾട്ട് അറിയണമെങ്കിൽ കുറച്ചൊരു ഡള്ളായ ചെടികളിൽ പെട്ടെന്ന് അപ്ലൈ ചെയ്ത് നോക്കിയാലാണ് പെട്ടെന്ന് റിസൾട്ട് അറിയാം. അവർ ഇല വരികയും അല്ലെങ്കിൽ പുതിയ മുളപ്പ് വരികയൊക്കെ ചെയ്യും കേട്ടോ. ഇന്ന് നമ്മൾ വീഡിയോ ആയിട്ട് എത്തിയേക്കുന്നത് ഇതേപോലെ കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത പോലെ ഒരു വളമാണ് കേട്ടോ. നമുക്ക് വീട്ടിൽ നമ്മൾ ഉപയോഗിച്ച് വലിച്ചെറിയുന്ന അവശിഷ്ടങ്ങൾ വെച്ചിട്ട്, അതായത് കിച്ചണിലെ വേസ്റ്റ് വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റിയ നല്ല സൂപ്പർ വളമാണ് കേട്ടോ. ഇതുണ്ടോ, നിറയെ മുട്ടുകളായിട്ട് നിൽക്കുന്ന ചെടി കണ്ടോ. നമ്മൾ പുതിയൊരു വീഡിയോ എടുക്കാൻ വേണ്ടി വന്നപ്പോൾ കണ്ടോ, മുന്നേ നമ്മുടെ വീഡിയോസിലൊക്കെ ഉണ്ടായിരുന്ന സ്ഥിരം വിരുന്നുകാരിയാണ് കേട്ടോ. കണ്ടോ, പറന്ന് പറന്ന് ഇങ്ങനെ പോവുകയാണേ. നല്ല ഭംഗിയല്ലേ? അപ്പം ഈ റോസാ ചെടികളില്ലേ, ഈ റോസാ ചെടികളിൽ കണ്ടോ ഓരോന്നിലും നിറയെ മുട്ടുകളുണ്ട് കണ്ടോ. ഇതിലൊക്കെ മുട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യാറുള്ള ഒരു വളം, നമ്മൾ ഒരു വളം മാത്രമല്ല കേട്ടോ ചെയ്യാറ്. ഓരോ ചെടികൾക്കും നമ്മൾ വളം മാറ്റി മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ അത്രയും ചെടികൾ ആവശ്യമുള്ളതൊക്കെ ചെടികൾക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വളം എന്താണെന്നറിയോ? നമുക്ക് സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിലെ വേസ്റ്റ്, അതായത് ഇതുണ്ടോ മുട്ടത്തോടും, ഇതെന്താണെന്ന് മനസ്സിലായോ? തേയില ചണ്ടിയാണ് കേട്ടോ. നമ്മൾ ചായ വെച്ചിട്ട് ബാക്കി വരുന്ന ചായ വെച്ചിട്ട് നമ്മൾ അരിച്ചെടുക്കുമല്ലോ. അപ്പോൾ ആ ചണ്ടി നന്നായി അരിച്ചിട്ട് കുറച്ചൊന്ന് കഴുകണം. കാരണം പാലിൻ്റെയോ മധുരത്തിൻ്റെയൊക്കെ അംശം ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഉറുമ്പുകളൊക്കെ വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നന്നായി കഴുകിയെടുത്തതാണിത്. അപ്പോൾ ഇത് ഇന്നലെ വൈകുന്നേരം മുതൽ നമ്മൾ കളക്ട് ചെയ്ത് വെക്കുന്നതാണ് കേട്ടോ. 5-6 മുട്ടയുടെ തോടൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞ് മുട്ടത്തോട് ഇതുമായിട്ട് മണ്ണുമായിട്ട് ചേരാൻ ഒത്തിരി നേരം എടുക്കും. അപ്പോൾ നമ്മൾ മാക്സിമം നമുക്ക് പൊടിക്കാൻ പറ്റിയിടത്തോളം ഇങ്ങനെ നന്നായി ക്രഷ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മൾ എന്താ അറിയോ, ഇതിനേക്കാളും റിസൾട്ട് കിട്ടിയ ഒരു കാര്യം എന്താ അറിയോ, റിസൾട്ട് കിട്ടുന്ന ഒരു കാര്യം എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇതിപ്പോൾ ഇന്നലെ നമ്മൾ ഉപയോഗിച്ചതിന് ശേഷം പെട്ടെന്ന് തന്നെ ചണ്ടിയും ഈ മുട്ടയൊക്കെയും കൂടെ ഒന്നിച്ച് വെച്ചു കേട്ടോ. അതുകൊണ്ടാണ് ഇപ്പോൾ നമുക്ക് ഇങ്ങനെ ക്രഷ് ചെയ്തിടേണ്ടി വരുന്നത്. അല്ലെങ്കിൽ നമ്മൾ നോർമലായി എന്ത് ചെയ്യാമെന്നറിയോ, ഈ മുട്ടത്തോട് നമ്മളൊന്ന് ചെറുതായിട്ട് കഴുകിയിട്ട് വെയിലത്ത് ഉണക്കാൻ വെക്കുക. നല്ല ഡ്രൈ ആയതിനു ശേഷം കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി ആവണം. നമ്മൾ മിക്സിയിലൊക്കെ ഇട്ട് നന്നായി ഫൈനായി അരയ്ക്കാൻ കുറച്ചും കൂടെ ക്വാണ്ടിറ്റി വേണമല്ലോ അല്ലേ? ഒരു 10-15 മുട്ട അല്ലെങ്കിൽ 20 മുട്ടയുടെയൊക്കെ തോടെടുത്തിട്ട് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് പൊടിച്ചിട്ട് മിക്സിയിലിട്ടിട്ട് നമ്മൾ നന്നായി അരയ്ക്കുക. അരച്ചിട്ട് എടുക്കുക. അരച്ചെടുത്ത് കഴിഞ്ഞാൽ എന്താവും, നല്ല പൊടി രൂപത്തിലാവും. അപ്പോൾ ഈ തേയില ചണ്ടിയും നല്ല കുറച്ച് പൊടി പോലെ തന്നെയല്ലേ ഉള്ളത്, ചായപ്പൊടിയാണല്ലോ. അപ്പോൾ അതും കൂടെ ഇങ്ങനെ മിക്സ് ചെയ്താൽ മതി കേട്ടോ. തേയില ചണ്ടിയും മുട്ടത്തോടും നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ചെറിയൊരളവിൽ നമ്മളിത് കണ്ടോ, നമ്മുടെ വീട്ടിൽ വിറകടുപ്പ് കത്തിക്കുന്നതിൻ്റെ ചാരമാണ് കേട്ടോ. അപ്പോൾ അതിലിങ്ങനെ നല്ല ഫൈൻ പൗഡറായിട്ട് കിട്ടും. ഇങ്ങനത്തെ കോരുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മളത് എടുത്തിട്ട് കുറച്ച് ക്വാണ്ടിറ്റി മതി കേട്ടോ. കാരണം നല്ല ചൂടുള്ളതല്ലേ. കാരണം ഈ ചാരം കുറച്ച് ചൂട് കൂടുതൽ തരുന്ന സാധനമാണ്. അപ്പോൾ നമ്മൾ ചെടികൾക്കൊക്കെ ആകുമ്പോൾ കുറച്ചിട്ടാൽ മതി കേട്ടോ. ചെറിയൊരു ക്വാണ്ടിറ്റിയിൽ ഒരു 2-3 സ്പൂണ് ചെറിയ ക്വാണ്ടിറ്റിയിൽ ഒരു ചെടിക്കല്ല നമ്മൾ ഇടാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ അതും കൂടെ വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത് മുട്ടത്തോട് കുറച്ചും കൂടെ പൊടിച്ചെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് റിസൾട്ട് കിട്ടും. ഇതും കിട്ടും, പക്ഷേ ഇത് കുറച്ച് നമ്മൾ ഇതുമായിട്ട് ചേർന്ന് മണ്ണുമായിട്ട് ചേർന്ന് പൊടിഞ്ഞ് വരാൻ ഇത്തിരി താമസം എടുക്കും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പൊടിച്ചിടുകയാണെങ്കിൽ കുറച്ചും കൂടെ റിസൾട്ട് കിട്ടും. ഇനി നമ്മളിതിൽ കുറച്ചും കൂടെ വെള്ളം ആഡ് ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ വെള്ളമൊക്കെ അത്യാവശ്യത്തിന് വെള്ളമൊക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായി ഇളക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ചെടി കണ്ടോ, നമ്മളിപ്പോൾ കാണിച്ച ആ മുട്ടൊക്കെ ഉള്ള ചെടിയുടെ കട ഇങ്ങനെ നന്നായിട്ട് ഇളക്കി ഒന്ന് കൊടുക്കണം കേട്ടോ. വേരോട്ടമൊക്കെ
നന്നായി ഇതാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ മൊത്തത്തിൽ ഇളക്കി കൊടുക്കണം. എപ്പോഴും നമ്മൾ വളം ചെയ്യുമ്പോൾ ഇങ്ങനെ വേരൊക്കെ ഒന്ന് ഇളകാൻ വേണ്ടിയിട്ട് നന്നായി ഇളക്കി കൊടുക്കണം കേട്ടോ. ചെയ്തതിന് ശേഷം നമ്മൾ നന്നായി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒന്നും കൂടെ മിക്സ് ചെയ്യും കേട്ടോ. അതിന് ശേഷം ഇതിൻ്റെ കുറച്ച് ക്വാണ്ടിറ്റി ഒഴിച്ചാൽ മതിയേ. ഇച്ചിരി ക്വാണ്ടിറ്റി മാത്രം ഒഴിച്ചു വിടുന്നുണ്ട്. ഇതിപ്പോൾ നമ്മൾ വെള്ളം ഇച്ചിരി കൂടുതലായിട്ടോ, അതുകൊണ്ട് ഈ ചണ്ടി ലാസ്റ്റുള്ള ചണ്ടി കുറച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇത്ര ഇട്ടാൽ മതി. ഒന്നിച്ച് കൊണ്ടുപോയിട്ട് ഒഴിക്കരുത് കേട്ടോ. കാരണം എന്താ പറയുക, നമ്മൾ ഇച്ചിരി ഇത് ചേർത്തിട്ടുണ്ടല്ലോ, ചാരം ചേർത്തിട്ടുണ്ട്. ചാരം പറഞ്ഞല്ലോ കുറച്ച് ചൂട് കൂടുതൽ കൊടുക്കുന്ന സംഭവമാണ്. അപ്പോൾ ചാരം നമ്മൾ അധികമായിട്ട് അത് ഈ കടഭാഗത്തൊന്നും ഇടല്ല കേട്ടോ ചാരം. അപ്പോൾ കൂടുതലായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതിന് ചൂട് കൂടിയിട്ട് പെട്ടെന്ന് കരിഞ്ഞു പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ബൊഗൈൻവില്ലകൾക്കും ഒക്കെ ഇത് ചെയ്യാം കേട്ടോ. കണ്ടോ, ഞാനിത് കണ്ടോ ബട്ടർ കപ്പിൻ്റെ ബൊഗൈൻവില്ലയുടെ പൂവാണ് കണ്ടോ. ഇത് ഫെയ്ഡായി, പക്ഷേ എനിക്ക് കളയാൻ തോന്നുന്നില്ല. അപ്പോൾ ഞാനിവിടെ സൈഡിൽ ഒതുക്കി വെച്ച, എന്തായാലും ചൂടല്ലേ, അതുകൊണ്ട് സൈഡിൽ ഒതുക്കി വെച്ചാണ്. ഇനി ബാക്കി ഇതിൻ്റെ സൈഡിലേക്ക് ഇതിനും കുറച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ബൊഗൈൻവില്ലയ്ക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിന് മൊത്തമായിട്ട് ഞാൻ ഒഴിച്ചു കൊടുത്തു. കടഭാഗത്തു നിന്നൊക്കെ കുറച്ച് മാറ്റി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ പൂക്കൾ നന്നായിട്ട് തിങ്ങി ഉണ്ടാവും കണ്ടോ. നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മാറ്റി മാറ്റി ജൈവ വളങ്ങൾ കൊടുക്കാറുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഇത്രയും വേനലിലും പൂവ് കണ്ടോ നിറഞ്ഞ് നിൽക്കുന്നത്. ബട്ടർ കപ്പ് ഫസ്റ്റത്തെ പൂക്കൾ കഴിഞ്ഞിട്ട് രണ്ടാമത് വന്ന പൂക്കളാണിത് കണ്ടോ. ഇനിയും വരുന്നുണ്ട് കണ്ടോ. ഇത് കുഞ്ഞു പൂവ് അങ്ങനെ വന്നിട്ടാണ് ഇത് വലുതായിട്ട് നല്ല ഡാർക്ക് പർപ്പിളിലേക്ക് മാറാറ്. ഇതിലതേപോലെ നിറയെ മുട്ടുകൾ വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ചെടികളൊക്കെ ഇങ്ങനെ നിൽക്കുന്നു കണ്ടോ. പിന്നെ ഒരു അപ്ഡേറ്റ് കണ്ടോ, ഇതുണ്ട് ഇതിൽ ബൊഗൈൻവില്ലയാണ്. റെഡ്, എനിക്ക് തോന്നുന്നു റൂബി റെഡ് തന്നെ ആയിരിക്കും തോന്നുന്നു. ചെറുതായിട്ട് പൂ വരുന്നുണ്ട് കണ്ടോ. ഇനി അങ്ങനെ വലുതായി വരും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ഉണ്ടാവില്ലേ ചെടികളെയൊക്കെ ഇഷ്ടപ്പെടുന്ന, അവർക്കൊക്കെ ഒന്ന് സെൻഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വരുന്നവരേക്കും ബൈ.